ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അന്നമു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ കുറേ നാളായി ഇപ്പം യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ 10th ആയതുകൊണ്ട് തന്നെ മോഡൽ എക്സാമൊക്കെ ആയിരുന്നു. അത് കാരണം അതിൻ്റെ ഇടയിൽ എനിക്ക് എഡിറ്റ് ചെയ്തിടാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാൾ വീഡിയോസൊന്നും ഇടാണ്ടിരിക്കുന്നത്. സെക്കൻഡ് ചാനലിലും ഇപ്പം അധികം ഇടുന്നില്ല നമ്മൾ വീഡിയോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും സമയം കിട്ടുന്നില്ല. ചേച്ചിക്ക് മോഡൽ എക്സാം ആയതുകൊണ്ട് സമയം ഒട്ടും കിട്ടുന്നില്ല. ഈ വീഡിയോ പെരുന്നാളിൻ്റെ വീഡിയോ കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോഴാണ്. കുറച്ചധികം നാളായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തിരി വൈകി ഇടുന്നത് കേട്ടോ. അപ്പം ഇത് 4 ദിവസത്തെ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ 3 ദിവസത്തെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഭയങ്കര ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് 2 പാർട്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മൾ വെള്ളിയാഴ്ചത്തെ വൈകുന്നേരത്തെ പരിപാടികളാണ് കേട്ടോ. വൈകുന്നേരം ആണ് ഞങ്ങൾ എല്ലാ കൊല്ലവും മാലബൾബൊക്കെ ഇടുക. അപ്പോൾ ചാച്ചനാണ്ട് ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും മാലബൾബ് ഇട്ട് തരാം. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പിണ്ടി കുത്താം. പിണ്ടി കുത്തുമ്പോഴും കുറേ സമയം വൈകി കിടന്നപ്പോൾ കുറേ അധികം സമയം വൈകി കിടന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാലബൾബ് ഇടുന്നതാണ്. ഓരോന്നിങ്ങനെ ഇട്ട് നോക്കുവാണ് നമ്മൾ. ചാച്ചനും ഞാനും കൂടിയാണ് കേട്ടോ മാലബൾബ് ഇടുന്നത്. അപ്പോൾ അമ്മു അടുക്കളയിൽ അമ്മനെ അപ്പനെ സഹായിക്കായിരുന്നു. ഉണ്ണിയപ്പം വട്ടയപ്പൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ അടുക്കളയിലായിരുന്നു. കുറേ നേരം പുറത്ത് ഞാൻ നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ പിന്നെ ഇവരൊക്കെ ആയിട്ട് ചെയ്തത്. അപ്പം കാലങ്കോലായിക്ക് എടുക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. മാലബൾബ് ഇടൽ മാത്രമല്ല സാധനങ്ങൾ ഇതാണ്ട് ഞാൻ പറഞ്ഞു ഉള്ളിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായി. ഫുള്ളൊന്നും പിടിച്ചിട്ടില്ല, അവിടെ നിന്ന് മാത്രം പിടിച്ചിട്ടുണ്ടായിട്ടോ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊടിയേറ്റം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കാര്യങ്ങളും പിന്നെ അമ്പ് വന്ന ദിവസത്തെ, അതായത് ശനിയാഴ്ച കൊടികേറ്റത്തിന്റെ ഭാഗം ഇട്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടാട്ടോ ഇട്ടേക്കുന്നത്. അപ്പം ഞങ്ങൾ ഉറക്കം വരാണ്ടിരിക്കാൻ ചായ ഒക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. 3-4 ചായ നമ്മൾ കുടിച്ചു. കുറേ നേരം ഞാൻ ഇരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ അമ്മനെ അപ്പനെ സഹായിച്ചായിട്ട് വീണ്ടും ഞാൻ പോയി ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറേ തണുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും അകത്തോട്ട് കയറി പോവായിരുന്നു കേട്ടോ. അപ്പം ഈ കാണിച്ചതാണ് നമ്മുടെ മാല ബൾബിന്റെ ഫൈനൽ ലുക്ക്. ഇത് കണ്ടിട്ട് എവിടെയോ കുറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ വീടിന്റെ ഫ്രണ്ടിലായിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ പിണ്ടി നോർമൽ ഗ്ലേസിംഗ് പേപ്പർ വെച്ചിട്ടാണ് ഇട്ടത്. നമ്മൾ മുന്നൊക്കെ സൺഫ്ലവർ തിരി ആ രൂപത്തിലൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പഠിക്കാനുള്ളത് കാരണം സാധാ ഒരു മോഡലാണ് നമ്മൾ ചെയ്തത്. എക്സാം ഒക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് സാധാ മോഡലാണ് ചെയ്തത്. അപ്പോൾ ഉണ്ണിയപ്പത്തിന് അമ്മ കുഴയ്ക്കണ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ നിന്ന് ഇവിടുന്ന് മാത്രം കുറച്ച് ക്ലിപ്പും എടുത്തിട്ടുള്ളേ. അപ്പം ഈ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് ഈ ഉണ്ണിയപ്പം വട്ടയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഓവർനൈറ്റ്, അതായത് രാത്രി കുഴച്ച് വെച്ചാണല്ലോ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തലേ ദിവസം അത്യാവശ്യം പണി ഉണ്ടായിരുന്നു ഇവിടെ. അമ്മയും അപ്പനും എല്ലാവരും കൂടി നിന്നത് കാരണമാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് എല്ലാം കഴിയാൻ പറ്റിയത്. അപ്പോൾ ഇത് അമ്പ് വരുന്നതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ അമ്പൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നേർച്ചയായിട്ട് വെച്ചത് ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിന്നീട് ഫൈനലിലേക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അമ്പ് വരുന്നതിലും മുന്നേ എടുക്കുന്ന വീഡിയോ ആണ്. അത് പ്രാർത്ഥിക്കാം. വേറെ സാധനം കട്ടിച്ചതാ. നമ്മുടെ ബോർഡ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ വേറെ ഡിസൈൻ ആക്കിട്ടോ. അപ്പം പടക്കം പൊട്ടിക്കാനാണ്. അഴയമ്മ കെട്ടണോ? അപ്പോൾ പടക്കമൊക്കെ നമ്മൾ അഴയിൽ ഒരു തെങ്ങിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ കെട്ടിയേ. അമ്പ് വരുമ്പോൾ നമ്മുടെ മേത്തോട്ടൊന്നും തെറിക്കരുതല്ലോ, അതുകൊണ്ട് ഇത്തിരി ദൂരത്താണ് കെട്ടിയത് നമ്മൾ. ചിന്തിയ യേശുനാഥ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിനെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പഞ്ഞം, പട, വസന്ത, മാറാരോഗങ്ങൾ മുതലായവ മൂലവും പൈശാചിക പീഡകൾ വഴിയും ക്ലേശിക്കുന്ന എല്ലാവരെയും വിശുദ്ധന്റെ മധ്യസ്ഥം വഴി മോചിതരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവൻ ഹോമിച്ച് വിശുദ്ധനെ അനുകരിച്ച് അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായ അനുഗ്രഹങ്ങൾ വിശുദ്ധന്റെ യോഗ്യതയാൽ സാധിച്ചു തരണമേ. ആമേൻ.
അപ്പോൾ ഈ കേട്ടതാണ് നമ്മുടെ അമ്പ് വരുമ്പോൾ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. ഇതെല്ലാ കൊല്ലം ഇങ്ങനെ തന്നെയാണ് ചൊല്ലാറുള്ളത്. നമുക്ക് ഇപ്രാവശ്യം 3 അമ്പുണ്ടായിരുന്നു. 3 പേരായിട്ട് ആട്ടോ എടുത്ത്, ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് അമ്പെടുത്തത്. അപ്പോൾ ഉണ്ണിപ്പൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അമ്പ് കാത്ത് നിൽക്കുകയാണ്. അമ്പ് വന്നിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഇത് ബാൻഡ് സെറ്റുകാരാണ് കേട്ടോ. ഇനി നമുക്ക് അവരുടെ ബാൻഡ് മേളം കേൾക്കാം. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സെക്കൻഡ് പാർട്ട് എന്തായാലും എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.